മാപ്പ് രാജലക്ഷ്മി. സോ ദ മോസ്റ്റ് ഡിസ്കസ്റ്റിംഗ് ഓഫ് പ്രൊനൗൺസ് ഈസ് അവൾ നിർത്തി. ഷീ പുറകിലെ ബെഞ്ചിൽ നിന്നാണ്. ക്ലാസ് നിശബ്ദമായി. ആ ചെറുപ്പക്കാരിയായ അധ്യാപിക വിളർത്തു. ഭാഷയിലെ ഏറ്റവും വെറുക്കപ്പെട്ട സർവനാമ ശബ്ദമാണ് അവൾ. 20 കുട്ടികൾ മാത്രമുള്ള ക്ലാസ്. ആകെ ഒരു പെൺകുട്ടിയോ ഉള്ളൂ. അതന്ന് വന്നിട്ടുമില്ല. ആ ചെറിയ മുറിയിൽ 19 ആൺകുട്ടികളെ കൂടാതെ സ്ത്രീയായി ആകെയുള്ളത് ചെറുപ്പക്കാരിയായ ആ അധ്യാപിക മാത്രമാണ്. ഏറ്റവും കുൽസിതമായ ശബ്ദം അവൾ. അത് പറഞ്ഞു വച്ച സുപരിചിതമാണ്. അയാൾ എഴുന്നേൽപ്പിച്ചു നിർത്തി. ശാസിക്കുകയാണ് വേണ്ടതെന്ന് അവൾക്കറിയായികയല്ല. ആ കുട്ടികളുടെ മുമ്പിൽ കടലാസ് പോലെ വെളുത്ത മുഖവുമായി അവൾ ഒരു നിമിഷം നിന്നു. എന്നിട്ട് മേശപ്പുറത്ത് കിടന്ന പുസ്തകം എടുക്കുക കൂടി ചെയ്യാതെ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് കടന്നു. പിരീഡിന് നടുക്ക് അവൾ മുറിയിലേക്ക് തിരിച്ചു കയറി ചെന്നപ്പോൾ അവിടെ മറ്റ് അധ്യാപകർ എല്ലാം ഉണ്ട്. തോന്നുമ്പോൾ ക്ലാസ്സും വിട്ടുകൊണ്ട് വരിക അല്ലേ? കൊള്ളാം, പണി കൊള്ളാം. പ്രിൻസിപ്പല് കാണാത്തത് ഭാഗ്യം. കർത്താവ് മാസ്റ്റർ പകുതി കളിയും പകുതി കാര്യവുമായി പറഞ്ഞു. അവൾക്ക് സഹിക്കാൻ വയ്യാതെയായി. മേശമേൽ തലവെച്ച് അവൾ തേങ്ങാൻ തുടങ്ങി. എത്ര ശ്രമിച്ചിട്ടും അടക്കാൻ കഴിയാത്ത തേങ്ങലുകൾ. അയ്യോ, എന്തു പറ്റിയ ടീച്ചർ? എല്ലാവരും കർത്താവ് മാഷ് എന്താണ് അതിനോട് പറഞ്ഞത്? ഓരോരുത്തരുടെ ശിവലറി ഉണരുകയാണ്. ഇത് മഹാകുറച്ചിലാണ്. ഈ പുരുഷന് മുമ്പിൽ വെച്ച് ഇങ്ങനെ കരയുന്നത് നാണക്കേടാണ്. നല്ലവരാണെങ്കിലും അവർ അന്യരാണ്. ഇതൊക്കെ ആലോചിച്ചെങ്കിലും അവൾക്ക് തേങ്ങൽ അടക്കാൻ കഴിഞ്ഞില്ല. ആരോ ഒരാൾ അടുത്ത ഡിപ്പാർട്ട്മെന്റിൽ പോയി അവിടെയുള്ള ഒരു ടീച്ചറെ വിളിച്ചുകൊണ്ടുവന്നു. പുരുഷന്മാർ എല്ലാവരും ഇറങ്ങിപ്പോയി. 3 കുട്ടികളുടെ അമ്മയായ ആ നല്ല സ്ത്രീ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. അവർ ഒരു കസേര വലിച്ചിട്ട് അവളുടെ തല പതുക്കെ തടവിക്കൊണ്ടടുത്തിരുന്നു. പതുക്കെ തേങ്ങിൽ നിന്നു. അവർ ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായി വന്നു. മുഖം കഴുകൂ. അവൾ ജനാലയ്ക്കൽ ചെന്നിരുന്നു മുഖം കഴുകി. ടീച്ചറിന്റെ ലോലമായ കർച്ചീഫിൽ തുടച്ചെന്ന് വരുത്തി. ഞാനങ്ങ് പൊയ്ക്കോട്ടെ ടീച്ചർ, എനിക്കിന്ന് ക്ലാസ് എടുക്കാൻ വയ്യ. രമ പൊയ്ക്കോളൂ, ഞാൻ പറഞ്ഞോളാം. ചെന്ന് കിടന്നൊന്ന് ഉറങ്ങൂ. നാളെ വന്നാൽ മതി. ക്ലാസ്സൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യിച്ചോളാം. പടി വരെ അവർ കൂടെ വന്നു. കുടകൊണ്ട് മുഖം മറച്ച് അവൾ ഇറങ്ങിപ്പോകുന്നത് വരാന്തയിലും മുറ്റത്തുമുള്ളവർ ശ്രദ്ധിച്ചു. എന്താണ് സംഭവിച്ചത്? കോളേജ് മുഴുവൻ ബഹളമായി. കർത്താവ് മാസ്റ്റർ തന്നെ ക്ലാസ്സിലെ കുട്ടികളിൽ ഒരാളെ വിളിച്ചു ചോദിച്ച് കാര്യം മനസ്സിലാക്കി. വർത്തമാനം കാട്ടുതീ പോലെ പടർന്നു. ആ കോളേജിൻ ചരിത്രത്തിൽ ഇതൊരു സംഭവമാണ്. ഒരു ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നുവെന്ന് കരയുക. അതും ആ പാവം രമ ടീച്ചർ. അവർ പഠിപ്പിക്കുന്നതിനെ പറ്റിയാണെങ്കിൽ ഇതുവരെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റും പറഞ്ഞു കേട്ടിട്ടില്ല. പറഞ്ഞു സംഭവത്തിന് നാടകീയത വർദ്ധിച്ചു വന്നു. ടീച്ചർ ക്ലാസ്സിൽ നിന്നേ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നത്. ഒരു കുട്ടി ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്ന് സഭ്യമല്ലാത്ത എന്തോ പറഞ്ഞു. അവർ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്നു. ആർക്കും ഒരു ഉപദ്രവത്തിനും ചെല്ലാത്ത ആ പാവം രമ ടീച്ചർ. അതും പറഞ്ഞതോ പോൾ വർഗീസ്, കോളേജ് യൂണിയൻ പ്രസിഡന്റ്. പോൾ വർഗീസിനെ പറ്റി അതുവരെ കേട്ടിട്ടില്ലാത്ത പരാതികൾ ഓരോന്നായി പുറത്തു വന്നു. ആൾ സ്വല്പം പിഴയാണ്. പ്രസിഡന്റൊക്കെ ആയതിനു ശേഷം ഈയിടെ അഹങ്കാരവും കുറെ കൂടുതലാണ്. അയാൾ എപ്പോഴും പെൺകുട്ടികളുടെ വെയിറ്റിംഗ് റൂമിന്റെ പരിസരങ്ങളിലുണ്ട്. ആരോ ഒരാൾ കണ്ടുപിടിച്ചു. അയാൾ മദ്യശാലയിലേക്ക് പുറകിലത്തെ വാതിൽ കൂടി കടന്നു പോകുന്നത് കണ്ടവരുണ്ട്. 24 മണിക്കൂർ കൊണ്ട് പോൾ വർഗീസ് ഒരു തെമ്മാടിയായി. ക്ലാസ്സിൽ വെച്ച് എന്താണ് ഉണ്ടായത്? ശരിക്ക് ഇത്രയുമേ നടന്നുള്ളൂ? മറ്റുള്ളവരെ ഇവനെ രക്ഷിക്കാൻ കളവ് പറയുന്നതാണോ? ഇത്രയുമേ സംഭവിച്ചിട്ടുള്ളൂ എങ്കിൽ ആ ടീച്ചർക്ക് ഇത്രയ്ക്കുള്ളിൽ തട്ടാൻ ചുമ്മാ ആരെങ്കിലും ഡിപ്പാർട്ട്മെന്റ് വന്നു നിന്ന് കരയുമോ? എന്താണ് സംഭവിച്ചത് ഇത്രയ്ക്കുള്ളിൽ തട്ടാൻ? അതാണ് രമയും ആലോചിച്ചിരുന്നത്. എന്താണ് സംഭവിച്ചത് ഇത്രയ്ക്കുള്ളിൽ തട്ടാൻ? അതാണ് രമയും ആലോചിച്ചിരുന്നത്. താൻ അവിടെ ഇരുന്ന് അങ്ങനെ കരഞ്ഞു പോകാൻ കാരണം എന്താണ്? ആ കുട്ടി പറഞ്ഞതിനാണോ? അത്രയ്ക്ക് കൊള്ളരുതാത്തവളാണോ? ഒരു കുട്ടിയെ നിലയ്ക്ക് നിർത്താൻ കൊള്ളില്ലെങ്കിൽ കർത്താവ് മാസ്റ്റർ കളിയാക്കിയതിന്? അങ്ങനെ തൊട്ടാവാടിയൊന്നുമല്ല. പോൾ വർഗീസിന് തനിക്ക് കുറച്ച് കാര്യമായിരുന്നു. ശരിയാണ്, ചുണയുമുള്ള ഒരു മിടുക്കൻ കുട്ടി. അയാളുടെ ശബ്ദത്തിൽ അങ്ങനെ കേട്ടപ്പോൾ എന്നാലും ഇത്രയ്ക്ക് തനിക്ക് നഷ്ടപ്പെട്ടു പോയതിന് തിരിച്ചിനി കിട്ടാത്ത വിധം കൈവിട്ടു പോയതിന് പെട്ടെന്നങ്ങ് സ്മരിച്ചു പോയി എന്നു. താൻ ജീവിതമെന്ന് വിളിക്കുന്നതിൻ്റെ പൊള്ളത്തരം ഒരു നിർദ്ധയമായ വെളിച്ചത്തിൻ്റെ പ്രഭയിൽ ആവരണമൊക്കെ നീങ്ങി ആ ഒരു നിമിഷത്തിൽ വ്യക്തമായി കണ്ടു എന്നു. ഇന്നലകളുടെ വേദന, ഇന്നിൻ്റെ വ്യർത്ഥത, നാളുകളുടെ അർത്ഥശൂന്യത, ഇതെല്ലാം ആ ഒരു ഞൊടി നേരത്തേക്ക് മറയില്ലാതെ കണ്ടു എന്നു. അതാണോ കരഞ്ഞുപോയത്? പിറ്റേ ദിവസം തല ഉയർത്താതെ അവൾ ഡിപ്പാർട്ട്മെന്റിൽ ചെന്നു കയറി. എല്ലാവർക്കും വളരെ കാര്യം. ഫൈനൽ മെയിൻ്റെ ആ ക്ലാസ് മെയിലിൽ എടുക്കേണ്ടേ എന്ന് പ്രൊഫസർ വന്നു പറഞ്ഞു. ഇനി ആ ക്ലാസ്സിൽ പോകണ്ടേ? സന്തോഷിക്കുകയാണ് വേണ്ടത്. താൻ അധിക്ഷുബ്ധയായത് അവിടെ വെച്ചാണ്. അവിടെ ഇനി ചെല്ലണ്ട. അവരെ ഇനി കാണണ്ടേ എന്ന് വന്നാൽ അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. പോൾ വർഗീസ്
ഇത്രയ്ക്ക് പ്രമാദമായ കേസാവുമെന്ന് ആ കുട്ടി വിചാരിച്ചു കാണില്ല. എന്തായിരിക്കും ഇപ്പോൾ അയാളുടെ മനസ്സിൽ തന്നെ പറ്റി വിചാരം? അവർ കയറി നിലവിളിക്കാൻ പോയതുകൊണ്ടല്ലേ ഈ കുഴപ്പമൊക്കെ എന്നായിരിക്കുമോ? എന്തിനാണ് ആ കുട്ടി അത് പറഞ്ഞത്? മനഃപൂർവ്വം തന്നെ ആക്ഷേപിക്കാൻ വേണ്ടിയാണോ? സ്ട്രാറ്റജിയുടെ ഉപന്യാസത്തിൽ ഏറ്റവും കുൽസിതമായ സർവനാമ ശബ്ദമെന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഉത്തമ പുരുഷൻ ഏകവചനത്തിന് പകരമാണ്. താൻ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു. ഞാൻ എന്ന പദത്തിനോടുള്ള സ്നേഹം, ഏറ്റവും മനം മടിപ്പിക്കുന്ന സർവനാമ ശബ്ദം. ഒരു വലിയ ഞാൻ മുമ്പിലുണ്ടായതല്ലേ തൻ്റെ കുഴപ്പം? ഞാനെന്ന ഭാവമിഹ തോന്നായിക വേണം. സായിപ്പിൻ്റെ ആ ആശയത്തിന് ഹിന്ദു വേദാന്തത്തോട് അടുപ്പമുണ്ടെന്നൊക്കെ ആലോചിച്ചാണ് ക്ലാസ്സിൽ പോയത്. എന്നിട്ട് അവിടെ ചെന്ന് മുഖവരിയും ഒക്കെ കഴിഞ്ഞ് കാര്യമായി തുടങ്ങിയപ്പോൾ പോൾ വർഗീസ് ചടച്ച് കൊല്ലുന്നതിനെ സുമുഖനായ ആ കുട്ടി തന്നെ ആക്ഷേപിച്ചിട്ട് അയാൾക്ക് എന്ത് കിട്ടാൻ? കേസ് വലുതായി വരികയാണ്. പ്രിൻസിപ്പലിൻ്റെ അടുത്തെത്തിയെന്ന് കേട്ടു. അങ്ങോരിത് വളരെ ഗൗരവമായിട്ടാണ് പോലും എടുത്തിരിക്കുന്നത്. രക്ഷകർത്താവിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞയച്ചിരിക്കുകയാണ്. ഓ, തീർന്നല്ലോ. രമ സമാധാനിച്ചു. രക്ഷകർത്താവ് വരും, വല്ലതും കുറച്ച് വർത്തമാനം പറഞ്ഞു പോകും, കേസ് തീരും. സമാധാനം. എങ്ങനെയെങ്കിലും ഇതൊന്നും തീർന്നിരുന്നെങ്കിൽ. പക്ഷെ വിചാരിച്ചതുപോലെ തീർന്നില്ല. പോൾ രക്ഷകർത്താവിനെ കൊണ്ടുവന്നില്ല. പ്രിൻസിപ്പലിന് ശുണ്ഠി കൂടി വരികയാണ്. ഇപ്പോൾ ഒരു ക്ലാസ്സിലും കയറ്റുന്നില്ല. പഠിക്കാൻ മിടുക്കനായ കുട്ടി താൻ കാരണം ഒരു ക്ലാസ്സിലും കയറാതെ അതിനങ്ങ് അച്ഛനെ വിളിച്ച് കൊണ്ടുവന്നൂടെ? അവൾ കേൾക്കെ കേസിൻ്റെ കാര്യം ഡിപ്പാർട്ട്മെൻറ്റിൽ ആരും പറയാറില്ല. ആ സ്ത്രീ മൂങ്ങുമെന്നായിരിക്കും അവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ. പക്ഷെ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഇതാണ് സംസാര വിഷയം. അവിടെയൊക്കെ സ്ത്രീകളുമുണ്ട്. അവർ കേൾക്കെ സംസാരിച്ചു കൂടെന്ന് ആർക്കും നിർബന്ധവുമില്ല. അങ്ങനെ ന്യൂസുകളെല്ലാം ചൂടോടെ രമയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അച്ഛനെ വിളിച്ചു കൊണ്ടുവരാത്തത് പോളിൻ്റെ കുറ്റം മാത്രമല്ല, അയാളുടെ അച്ഛനും അമ്മയും തമ്മിൽ അത്ര രസമല്ലത്രേ. അച്ഛനാണ് പഠിപ്പിക്കുന്നത്, പണം കൊടുക്കുന്നു എന്നല്ലാതെ വേറെ ഒന്നും അങ്ങോട്ട് അന്വേഷിക്കാറില്ലത്രേ. ഇയാളുടെ കേസ് തീർക്കാനൊന്നും അങ്ങോട്ട് വരികയുണ്ടാകില്ല. കേസും വഴക്കുമൊക്കെ ആണെന്നറിഞ്ഞാൽ ഉടനെ പഠിപ്പ് നിർത്തിക്കൊള്ളാൻ പറയും, അത്രയേ ഉള്ളൂ. അച്ഛനല്ലാതെ വേറെ അടുത്ത ബന്ധുക്കൾ ആരുമില്ല അയാൾക്ക്. അങ്ങനെ അയാൾ രക്ഷകർത്താവിനെ കൊണ്ടുവന്നില്ല. പ്രിൻസിപ്പലിന് വൈരാഗ്യം കൂടിക്കൂടി വരികയും. 2-3 രൂപ കൊടുത്താൽ ഇഷ്ടം പോലെ രക്ഷകർത്താക്കളെ കിട്ടുന്ന നാടാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് പോലും അവിടെ സാധാരണ കുട്ടികളുടെ പതിവ്. ഇയാൾക്കും അങ്ങനെ വല്ലതും ചെയ്തുകൂടെ? അമ്മാവന്മാർ ആർക്കും ഉണ്ടാകാമല്ലോ. അയാൾ അതൊന്നും ചെയ്തില്ല. യൂണിയൻ്റെ പ്രസിഡന്റ് ഒരാഴ്ചയിലധികമായി ക്ലാസ്സിൽ നിന്ന് പുറത്താണ്. ആ കൊല്ലം ഫൈനൽ പരീക്ഷയാണ് ആ കുട്ടിക്ക്. താൻ കാരണം ഒരു കുട്ടിക്ക് ചക്രം ഉരുട്ടി വിടാൻ മാത്രമേ തന്നെ കൊണ്ട് കഴിഞ്ഞുള്ളൂ. ഇനി അത് പിടിച്ചു നിർത്താൻ താൻ വിചാരിച്ചാൽ ഒക്കില്ല എന്നോ? എന്തോ വികൃതിത്തരം മനസ്സിൽ കണ്ട് ആലോചിക്കാതെ പറഞ്ഞു പോയതിനായിരിക്കും ആ കുട്ടി അതിന് താൻ കാരണം. പ്രിൻസിപ്പലിന് ചെന്നുകൊണ്ട് പറഞ്ഞാലോ? ആ കുട്ടി പറഞ്ഞതിനൊന്നുമല്ല താൻ കരഞ്ഞതെന്ന്. പിന്നെ എന്തിനു കരണമെന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ലല്ലോ. ആലോചിച്ച് അവസാനം എന്തും വരട്ടെ എന്ന് നിശ്ചയിച്ച് അവൾ ചെന്നു. അവളെ കണ്ട് അദ്ദേഹം വെളുക്കി ചിരിച്ചു. മധ്യവയസ്സു കഴിഞ്ഞ ആ മനുഷ്യനെ കുട്ടികൾ കടുവ എന്നാണ് വിളിക്കാറെന്ന് അവൾ ഓർത്തു. കുശല പ്രശ്നങ്ങൾ കഴിഞ്ഞു. ഇനി വന്ന കാര്യം പറയണ്ടേ? സർ, ആ പോൾ വർഗീസ് എന്താണ്? അയാൾ പിന്നെയും കുഴപ്പം വല്ലതും ഉണ്ടാക്കിയോ? ഇല്ല, അയാൾ ക്ലാസ്സിലൊന്നും കയറാതെ നടക്കുകയാണ്. ഞാൻ കയറരുതെന്ന് പറഞ്ഞിട്ടാണ്. അയാൾ മിടുക്കനാണ്. അതുമാത്രം പോരല്ലോ, എത്രയും കൊണ്ട് മതിയാക്കി അയാളെ കയറാൻ പറഞ്ഞുകൂടെ സർ? അദ്ദേഹം ചിരിച്ചു. മുറിയിൽ കൂടെ ഉണ്ടായിരുന്ന വേറെ 1-2 മാസ്റ്റർമാരും ചിരിച്ചു. താനൊരു പമ്പര വിഡ്ഢിയാണെന്നാണ് കരുതുന്നത്? ഒരു കുട്ടി എന്തോ പറഞ്ഞെന്ന് വെച്ച് ആദ്യം കയറി കരയുക, പിന്നെ അയാളെ വെറുതെ വിടണമെന്ന് പറയാൻ വരിക. രമയ്ക്ക് കമ്പൻഷൻ ഒന്നും വേണ്ട. ഇതിൽ ലാക്ക് ഓഫ് ഡിസിപ്ലിനാണ് ഇവരുടെ ജനറേഷൻ്റെ കുഴപ്പം. അതും അയാൾ യൂണിയൻ പ്രസിഡന്റ്, കുട്ടികളുടെ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്. അയാൾ മറ്റുള്ളവർക്ക് വഴികാട്ടേണ്ടവനാണ്. നല്ല പനിഷ്മെൻറ്റ് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഒരു പാഠമാവണം. അയ്യോ സർ, ഞാൻ കാരണം ഒരു കുട്ടി. രമ വന്ന് ഇത്രയും പറഞ്ഞതുകൊണ്ട് ഒന്ന് ചെയ്തേക്കാം. അയാൾക്കൊരു ചോയ്സ് കൊടുക്കാം. അയാൾ ഓൾ കോളേജിന് മുമ്പിൽ വെച്ച് അപ്പോളജൈസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ TC മേടിച്ച് പോയിക്കോട്ടെ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രമയ്ക്ക് എംബറൈസിങ് ഒന്നും ആവില്ല. ഞങ്ങളെല്ലാവരും ഉണ്ടാവും. രമ വന്നാൽ മാത്രം മതി. എന്നാലും സ്റ്റുഡൻസിനെ മുഴുവൻ മുമ്പിൽ വെച്ച് ആ കുട്ടി. പ്രിൻസിപ്പൽ തന്നെ വല്ലാത്ത മട്ടിൽ നോക്കുകയാണെന്ന് അയാൾക്ക് തോന്നി. ദൈവമേ, എനിക്ക് അടുത്ത അവർ ക്ലാസ് ഉണ്ട്, ഞാൻ പോകട്ടെ. ശരി. ഇതും കോളേജ് മുഴുവൻ അറിഞ്ഞു. പോൾ വർഗീസ് മാപ്പ് ചോദിക്കാൻ സമ്മതിച്ചു എന്ന് കേട്ടു. അയാൾക്ക് വോട്ട് കൊടുത്ത് അയാൾ അവരുടെ നേതാവായി തെരഞ്ഞെടുത്ത ആ 2000-ലധികം കുട്ടികളുടെ മുമ്പിൽ വെച്ച് തിങ്കളാഴ്ചയ്ക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കൃത്യം 4-ന് കോളേജ് വിട്ടുടൻ എല്ലാവരും മെയിൻ ഹാളിലെത്തണം എന്ന് നോട്ടീസ് വന്നു. അവൾ ചെല്ലാതെ പറ്റുമോ? 4:10-ന് പ്രിൻസിപ്പൽ എത്തി. പ്ലാറ്റ്ഫോമിൽ ആ കോളേജിലെ 70-ൽ മീതെ വരുന്ന അധ്യാപകർ, താഴെ കുട്ടികളുടെ സമുദ്രം, ആ 2000 ജോഡി കണ്ണുകളും തന്നിലാണോ തറച്ചിരിക്കുന്നത്? 4:15 വരെ പ്രിൻസിപ്പൽ അക്ഷമനായി കാത്തുനിന്നു. പോൾ വർഗീസ് വന്നില്ല. നമ്പർ 3572 3rd DC-യിലെ പോൾ വർഗീസിന് അച്ചടക്കരാഹിത്യത്തിന് കോളേജിൽ നിന്ന് പുറത്താക്കിയെന്ന നോട്ടീസ് എല്ലാ നോട്ടീസ് ബോർഡുകളിലും അന്ന് തന്നെ വന്നു.
പിറ്റേ ദിവസം കൂട്ടുകാർ പറഞ്ഞതൊന്നും കൂട്ടാകാതെ അവൾ ഒരാഴ്ച ലീവെടുത്ത് നാട്ടിൽ പോയി. കുറച്ചൊക്കെ തണുത്ത മനസ്സുമായാണ് തിരിച്ചു വന്നത്. മുറി തുറന്ന് അകത്ത് കയറിയപ്പോഴേക്കും വാച്ചർ രാമൻ നായർ പൊതിയും കൊണ്ടുവന്നു. പോയതിന് പിറ്റേ ദിവസം ഒരു കുട്ടി കാണാൻ വന്നിരുന്നു. ഇവിടെ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ദേ ഇത് ഏൽപ്പിച്ചിട്ട് പോയി. കയ്യിൽ തന്നെ തരണമെന്ന് പറഞ്ഞു. പുസ്തകമാണ്, പൊതിഞ്ഞങ്ങ് തരികയാണ് ചെയ്തത്. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ. പുഷ്കിന്റെ കവിതകളുടെ ഒരു സമാഹാരം. വില കുറഞ്ഞ മോസ്കോ പബ്ലിക്കേഷൻ. ആദ്യത്തെ പേജിൽ വടിയുള്ള അക്ഷരത്തിൽ. ഞാൻ മുട്ടുകുത്താൻ വന്നപ്പോൾ അങ്ങ് വാതിൽ അടച്ചു കളഞ്ഞു. പോൾ.